ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചക്കട ഉണ്ടാക്കാം. അതിനായിട്ട് വാഴേൻ്റെ ഇലയൊക്കെ വെട്ടിയെടുക്കുകയാണ്. അപ്പോഴാണ് വാഴയമ്മ നടുക്ക് വെച്ചിട്ട് കൊല ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നല്ല അടിപൊളി സംഭവമാണല്ലോ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ പിന്നെ ചക്ക സീസൺ ആയതുകൊണ്ട് പിന്നെ ചക്കപ്പം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചക്കക്കാലമായ ഞങ്ങളെ വീട്ടിലൊക്കെ ചക്ക കുറേ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ വരട്ടി എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇന്ന് ചക്കപ്പം ഉണ്ടാക്കുമ്പോഴും ആദ്യം ചക്ക ഒന്ന് വരട്ടിയെടുക്കണം. നെയ്യിലാട്ടോ ചക്ക വരട്ടുന്നത്. അങ്ങനെ വരട്ടിയിട്ട് വെള്ളം ചേർക്കാതെ വരട്ടിയാൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ചക്കേൻ്റെ സീസണൊന്നും അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇങ്ങനെ വരട്ടി വെച്ചാൽ നമുക്ക് ഉണ്ണിയപ്പവും പായസവും ചക്കപ്പവും ഒക്കെ ഉണ്ടാക്കാം അതിനോട്. എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ വെന്ത് ഏകദേശം ഇങ്ങനെ ഒരു പരിവാവും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ വെന്ത് നല്ല ഒരു ക്രീമി പരിവാകുമ്പോൾ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാം. സൂക്ഷിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഡാർക്ക് കളറാക്കണം. അപ്പം ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കിലോ അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് പൊടിച്ചിട്ട് അരിച്ചെടുത്തതാണിത്. സാധാരണ നമുക്ക് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് അതിലേക്ക് ചക്ക, നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ആ ചക്ക ഒന്നുകൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് ചേർക്കാം. ചക്കയാണ് അരിപ്പൊടിയേക്കാളും കൂടുതൽ നമ്മളെപ്പോഴും ചക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഇടേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടാം നമ്മൾ ആവശ്യത്തിന്. മണത്തിനും ടേസ്റ്റ് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. അപ്പം നല്ല മണമായിരിക്കും. പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കര പാനി കേട്ടോ വേണ്ട. അത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. നമ്മൾ അതിൽ അല്ലെങ്കിൽ മണ്ണും ഇതൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ശർക്കരയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 6 ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. മധുരം ഉണ്ടോ നോക്കിയിട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം അതവിടെ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇലയൊക്കെ വാട്ടിയെടുക്കാം. ഇല വാട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ മാവാക്കുമ്പോൾ മടക്കുമ്പോൾ പൊട്ടിപ്പോവും. അതിനെ നമുക്ക് വാട്ടിയെടുക്കാം. ചിലയിടത്ത് വാഴേൻ്റെ ഇലയിലെല്ലാം ഉണ്ടാക്കില്ല. ഞങ്ങൾ ചിലപ്പോൾ പൊടിനീൻ്റെ ഇലയിലും ഉണ്ടാക്കാറുണ്ട്. അതൊരു നല്ലൊരു ടേസ്റ്റാണ് അതിൽ. പിന്നെ നമ്മൾ വാട്ടിയ ഇലയിലേക്ക് ഓരോ കയ്യിലെടുത്തിട്ട് ഇട്ടിട്ട് മടക്കി നമ്മൾ ഇഷ്ടത്തിന് എങ്ങനെയാണോ മടക്കേണ്ടത് വെച്ചാൽ അങ്ങനെ മടക്കാൻ. ഞങ്ങൾ ഇങ്ങനെയാണ് മടക്കാറ്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട്, ഇഡ്ഡലി ചെമ്പിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിലേക്ക് ഓരോന്ന് വെച്ച് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. കുറച്ചൊരു 1 മണിക്കൂറൊക്കെ ഇങ്ങനെ അടുപ്പത്ത് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട റെഡിയാവും. അപ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.